ഇന്റർവെല്ലിന് ശേഷമാണ് എനിക്ക് ഒരു അടുത്തിരിക്കുന്ന ഒരാളെയും കൂടി ഒന്ന് കുത്താനുള്ള ഒരു ടെൻഡൻസി വന്നു. ഒന്നും പറയല്ല. എന്നെ മമ്മൂക്ക നിങ്ങൾക്ക് എന്ത് ഭാവിച്ച ഒന്നും പറയല്ല. അടിപൊളി പടം. ഇത് ഭയങ്കര ഇതൊന്നും പെട്ടെന്ന് 100 കോടി ഒരാഴ്ച തന്നെ പോകും. மம்முக்க வைசாக் சார் சேர்ந்துட்டா பாரு எப்படியும் நல்லா இருக்கும். நான் மலையாளம் கேட்டோம் தமிழ் வருமானு பாரு പറഞ്ഞു വരുമ്പോൾ தமிழ் വരുന്ന വലിയ സൂപ്പറാக ഇരിക്കും. ഒന്നുമേ ഒന്നുമേ കളയടില്ല. വൈശാഖിന് ഫൈറ്റ് സീൻസ് വൈശാഖ് സാറ് പോലെ ഫുള്ള ഫൈറ്റ് മസ്ത അടിപൊളി ഫൈറ്റ്. രാശിമുള്ള ഫുള്ളല്ല ഒന്നുമേ കളയേണ്ട കരുതില്ല ഈ വർഷത്തെ മമ്മുക്ക. പിന്നെ എല്ലാം പോയി എന്ന് വെച്ചാൽ ഫുൾ ഇടി മാത്രം. ഇടി ആ ഇടിയൊക്കെ ഒരു രസമുണ്ട്. സാധാരണ ഒരു ഇടിപ്പടങ്ങൾ പോലില്ല. ഓരോ പഞ്ച് പോലും എന്ത് രസം തിയേറ്ററിൽ കണ്ടിരിക്കാനായിട്ട്. നമ്മൾ ആ വേർത്താണ് രാവിലെ ആ മഴയും കൊണ്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് അടിപൊളിയാണ്. ആവേശ സിനിമ കണ്ടിട്ട് നമ്മൾ എല്ലാവരും കണ്ടാകുമ്പോൾ പറയില്ല എടാ മോനെ ഈ പടം കണ്ടിട്ട് എല്ലാവരും പറയും അടിയടം മോനെ കിട്ടിക്കാച്ചി സാധനം. മമ്മൂട്ടി കമ്പനിയുടെ ഒരു ബ്രൂസിലി പടം അങ്ങനെ തന്നെ പറയാം. ഫൈറ്റ് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ അടിച്ചു പൊളിച്ച് കീറിയ സാധനം. എന്തായാലും ഈ പടം കാണാൻ ആൾക്കാർ വെള്ളപ്പൊക്കം കൂടിക്കഴിഞ്ഞാലും ആൾക്കാർ വഞ്ചി തൊഴിഞ്ഞ് ഈ പടം കാണും. അമ്മാതിരി അമിട്ട് പടം. ഇന്റർവെല്ലിന് ശേഷമാണ് എനിക്ക് ഒരു അടുത്തിരിക്കുന്ന ഒരാളെയും കൂടി ഒന്ന് കുത്താനുള്ള ഒരു ടെൻഡൻസി വന്നു. ജോസേട്ടായി അതെ ഇടിമുഴക്കം. ജോസേട്ടായുടെ ഇടിമുഴക്കം പൊളിച്ച്. മമ്മൂട്ടി സൂപ്പർ